1920 മോറിസ് ഗരാജ് എന്ന് പറയുന്ന കമ്പനി സ്ഥാപിതമായത്. ഇത് ഒരു ബ്രിട്ടീഷ് കമ്പനിയാണ് ശരിക്കും. നമുക്ക് ഒരു 30 വർഷത്തേക്ക് പുറകിലേക്ക് പോവാം. ഇന്ത്യയിൽ റോവർ മൊണ്ടേഗോ എന്ന് പറയുന്ന ഒരു വാഹനം ഉണ്ടായിരുന്നു. അത് ശരിക്കും മോറിസ് ഗരാജിന്റെ. വോൾവോയുടെ ഉടമസ്ഥത ജീലി എന്ന് പറയുന്ന കമ്പനിയാണ്. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം JLR ജാഗ്വർ ലാൻഡ് റോവർ ടാറ്റയുടെ ഉടമസ്ഥതയിൽ എന്ന് പറഞ്ഞ പോലെ മോറിസ് ഗരാജിന്റെ ഇപ്പോഴത്തെ ഉടമസ്ഥർ സൈക്ക് മോട്ടോഴ്സ് ആണ്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ലണ്ടനിലും അതിന്റെ ആസ്ഥാനം ഷാങ്ഹായ് ചൈനയിലുമാണ്. നമസ്കാരം, വീലോസിറ്റിയിലേക്ക് സ്വാഗതം. MG മോട്ടോഴ്സ് ഇന്ത്യയിലേക്ക് ഹെക്ടർ എന്ന് പറയുന്ന വാഹനവുമായി വന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്മാർട്ട് വാഹനം എന്ന് നമുക്ക് ഹെക്ടറിനെ വിശേഷിപ്പിക്കാം. ആദ്യമായിട്ടാണ് ഒരുപാട് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് ഹെക്ടർ വന്നത്. ഇതിന് അന്ന് 2019 ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ ഇന്റർനെറ്റ് ഇൻസൈഡ് എന്ന് പറയുന്ന ആ ഒരു USP ആയിട്ടാണ് വന്നത്. മറ്റുള്ള വാഹനങ്ങളൊക്കെ സ്മാർട്ട് ഫോണുമായിട്ട് പെയർ ചെയ്യുമ്പോൾ ഇതിന് ഇൻബിൽറ്റ് സിം തന്നെ ഉണ്ടായിരുന്നു. ഈ സെഗ്മെന്റിൽ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടി നിരവധി ഫീച്ചേഴ്സുമായിട്ടാണ് MG എത്തിയത്. പ്രോപ്പർ പാനറോമിക് സൺറൂഫുമായി ഈ സെഗ്മെന്റിൽ വരുന്ന ആദ്യത്തെ വണ്ടി ഇതാണ്. 10.4 ഇഞ്ച് ഇൻഫർടൈൻമെന്റ് സിസ്റ്റവുമായിട്ടാണ് MG ഹെക്ടർ എത്തിയത്. അത് മാത്രമല്ല, ആപ്പിൾ ആൻഡ് ആൻഡ്രോയിഡ് കണക്ടിവിറ്റി ഇൻബിൽറ്റ് ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈ വാഹനത്തിൽ കയറുമ്പോൾ നമുക്ക് ഇതിലുള്ള പാസഞ്ചേഴ്സിനെല്ലാം വൈഫൈ കണക്ടിവിറ്റിയും ഉണ്ടായിരുന്നു. ഹെക്ടർ അവതരിപ്പിച്ചത് ഡീസൽ പെട്രോൾ ഓപ്ഷൻസിലും അതേപോലെ മാനുവൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻസിലും ആയിരുന്നു. 4 കൊല്ലത്തെ പ്രയാണത്തിന് ശേഷം MG നല്ലൊരു സബ്സ്റ്റാൻഷ്യൽ ഇംപ്രൂവ്മെന്റുമായിട്ട് പുതിയ എഡിഷൻ ഹെക്ടറുമായി എത്തിയിരിക്കുന്നു. ഇന്ന് നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ എഞ്ചിനും മറ്റ് മെക്കാനിക്കൽ കാര്യങ്ങൾക്കും ഒരു വ്യത്യാസമൊന്നുമില്ല. പെട്രോൾ നോക്കിക്കഴിഞ്ഞാൽ 1451 cc, അതായത് 1.5 ലിറ്റർ, പവർ 143 at 5000 RPM, ടോർക്ക് 250 Nm at 1600 to 3600 RPM ആണ്. ഡീസലിന് 2000 cc ആണ്, 1956 എന്നാണ് പറയുന്നത്. പവർ 170 at 3750 RPM, ടോർക്ക് 350 Nm at 1750 to 2500 RPM. പഴയ വണ്ടിയുടെയും പുതിയ വണ്ടിയുടെയും ലെങ്ത്തും ബാക്കി ഡയമെൻഷൻസും ഒക്കെ സെയിം ആണ്. ലെങ്ത് 4699 വിഡ്ത്ത് 1835 ഹൈറ്റ് 1760 വീൽ ബേസ് 2750 ആണ്. ഫ്രണ്ടും റെയറും ഡിസ്ക് ബ്രേക്സ് തന്നെയാണ്. സസ്പെൻഷൻ മക്ഫേഴ്സൺ സ്ട്രട്ടും കോയിൽ സ്പ്രിങ്സും ആണ് ഫ്രണ്ടില്. റെയറില് ബീം അസംബ്ലിയും കോയിൽ സ്പ്രിങ്ങും ആണ്. നമുക്കിനി ഇതിന്റെ കോസ്മെറ്റിക് ചേഞ്ചസ് എന്താണെന്ന് നോക്കാം. എക്സ്റ്റീരിയറിൽ നിന്ന് ഈ കാണുന്നത് പഴയ ഹെക്ടർ ആണ്. അതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് പുതിയ MG ഹെക്ടറിൽ വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. പുതിയ ഹെക്ടറിൽ വരുമ്പോൾ ഇതിന്റെ ഗ്രില്ല് തന്നെ ഒരു ഡയമണ്ട് ഫിനിഷോട് കൂടിയാണ്. അത് കുറച്ചുകൂടി ഒരു പ്രീമിയം ലുക്കാണ് തരുന്നത്. അതുപോലെ ഈ ഡയമണ്ടിന്റെ ആ ഒരു ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ഡയമണ്ട്സ് തൊട്ട് മുകളിലേക്ക് വരുമ്പോൾ അത് വലിപ്പം കൂടി വരുന്നു. അത് ആ വാഹനത്തിന്റെ ഒരു ഭയങ്കര ഒരു മാസ് ഒരു ഫീലിംഗ് ആണ് തോന്നുന്നത്. ഈ എയർ ഡാമ്പിനോടൊപ്പം തന്നെ ഇവിടെ സെൻസേഴ്സ് ഘടിപ്പിച്ചിട്ടുണ്ട്. അത് അഡാസ് ഫീച്ചേഴ്സിന് വേണ്ടിയിട്ടാണ്. ഇതിന്റെ ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ആണ്. 1 ടച്ചിൽ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇതിന്റെ ബൂട്ട് സ്പേസ് പറഞ്ഞാൽ 587 ലിറ്റർ ആണ് ഇതിന്റെ ബൂട്ട് സ്പേസ്. ഇത് ക്ലോസ് ചെയ്യാനായിട്ട് ഇവിടെ ബട്ടൺ ഉണ്ട്. അതിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്യൂ സെക്കൻഡ്സ് കഴിഞ്ഞിട്ടാണ് അത് ക്ലോസ് ചെയ്യുന്നത്. അതൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും കൂടെയാണ്. വളരെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിന്റെ ബൂട്ട് ഓപ്പണും ക്ലോസും ചെയ്യാം. നമ്മൾ ഇപ്പം ഇരിക്കുന്നത് പഴയ MG ഹെക്ടറിനകത്താണ്. ഇതാണ് 10.4 ഇഞ്ച് ഡിസ്പ്ലേ. ഇതിൽ പോലും മറ്റുള്ള മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേയില് നമുക്ക് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ക്രൂസ് കൺട്രോളും എല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം പുതിയ ഹെക്ടറിൽ എന്താണ് വ്യത്യാസം എന്ന് നോക്കാം. പുതിയ ഹെക്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ വോയിസ് കമാൻഡും വോയിസ് അസിസ്റ്റൻസും ഒക്കെ കുറച്ചുകൂടെ നന്നായിട്ട് ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ അതിന്റെ ആനിമേഷനും കാര്യങ്ങളും ഒക്കെ ഫാർ ബെറ്റർ ആയിട്ടുണ്ട്. ഈ MG ഹെക്ടറിന്റെ
പ്രിഡിസസർ മോഡലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ സൈസ് തന്നെ ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഇത് 14 ഇഞ്ചാണ്. അതേപോലെ ഇന്റീരിയർ ആണെങ്കിലും കുറച്ചുകൂടെ നല്ലൊരു പ്ലഷ് ഇന്റീരിയർ ആണ്. കുറച്ചുകൂടെ ഒരു പ്രീമിയം ഫീല് കിട്ടുന്നുണ്ട്. നമ്മളിപ്പോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത് മാനുവൽ ട്രാൻസ്മിഷൻ ഡീസൽ വേരിയന്റ് ആണ്. നമുക്ക് നോക്കാം ഇതിന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നും മറ്റു കാര്യങ്ങളും. ശരിക്കും ഇതിന്റെ നല്ലൊരു കമാൻഡിങ് പൊസിഷനാണ്, ഒരു ഡോമിനേറ്റിംഗ് രീതിയിലാണ്. ഒരു 5 സീറ്റർ വെഹിക്കിൾ ഓടിക്കുന്ന ഒരു ഫീൽ അല്ല നമുക്ക് തോന്നുന്നു. ഒരു 7 സീറ്റർ ഒരു എന്താ പറയാ ഫോർച്യൂണർ ഒക്കെ പോലത്തെ ഒരു വണ്ടി ഓടിക്കുന്ന ഒരു ഫീലാണ്. ശരിക്കും നല്ല റോഡ് പ്രസൻസ് ഉണ്ട് വണ്ടിക്ക്. അതുപോലെ തന്നെ വിസിബിലിറ്റി ഒന്നും പറയാനില്ല. ഡീസൽ എഞ്ചിന്റേതായിട്ടുള്ള ആ ഒരു ടോപ്പും ഫീലും ഒക്കെ നമുക്ക് സെക്കൻഡ് ഗിയറിലും തേർഡ് ഗിയറിലും തന്നെ നല്ലൊരു ത്രോ കിട്ടുന്നുണ്ട്. ഇത് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. നമ്മൾ പോകുന്നത് 50 കിലോമീറ്റർ സ്പീഡിലാണ്. 5th ഗിയർ ഓൾറെഡി ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ 60 കിലോമീറ്റർ ആണ്. 60 കിലോമീറ്ററിൽ ഒരു കുഴപ്പമില്ലാതെ 6th ഗിയറിലാണ് നമ്മൾ പോകുന്നത്. ശരിക്കും MG ഹെക്ടർ ഒരു സ്മാർട്ട് വെഹിക്കിൾ ആണെന്ന് പറയുന്നതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഇതിന്റെ ഡിസൈൻ. വളരെ ചെറിയ നിസ്സാര കാര്യങ്ങളായ ഇപ്പം ഇൻഡിക്കേറ്റർ എൻഗേജ് ചെയ്യാൻ നമ്മൾ ശരിക്കും അതിന്റെ ലിവറിൽ ആക്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റിയറിംഗ് തിരിക്കുന്നതിനോടൊപ്പം തന്നെ ഇൻഡിക്കേറ്റർ എനേബിൾ ആകും. ഒരു 90 ഡിഗ്രി ആംഗിളിൽ സ്റ്റിയറിംഗ് വീല് സ്പോക്സ് 90 ഡിഗ്രി ആകുമ്പോഴേക്കും തന്നെ ഇൻഡിക്കേറ്റർ ഓൺ ആവും. അതോടൊപ്പം അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ. നമ്മളിപ്പോ ഒരു നിശ്ചിത സ്പീഡിൽ സെറ്റ് ചെയ്തിട്ട് പോവാണ് എങ്കിൽ ഫ്രണ്ടിലുള്ള വാഹനം സ്പീഡ് കുറഞ്ഞാണ് പോകുന്നത്. ഉദാഹരണത്തിന് നമ്മളൊരു 80 കിലോമീറ്റർ സ്പീഡിൽ ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. മുമ്പിൽ പോകുന്ന വാഹനം ഒരു 60 കിലോമീറ്ററിലാണ് പോകുന്നതെങ്കിൽ ആ വാഹനത്തിന്റെ സ്പീഡുമായിട്ട് അഡാപ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ട്രാഫിക് ജാം അസിസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മള് ഹൈവേ കൂടെയൊക്കെ പോവാണ്. ഇപ്പം സംഭവിക്കാവുന്നതാണല്ലോ, പെട്ടെന്ന് ഒരു ആക്സിഡന്റോ എന്തെങ്കിലും വന്ന് ഒരു ട്രാഫിക് ജാം വരുവാണെങ്കിൽ നമ്മുടെ ശ്രദ്ധ തിരിഞ്ഞു പോയാലും വാഹനം ഓട്ടോമാറ്റിക്കലി സ്പീഡ് കുറയ്ക്കുകയും ബ്രേക്ക് ചെയ്യുകയും ചെയ്യും. ഇന്റലിജന്റ് ഹെഡ് ലാമ്പ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ വാഹനം ഓടിച്ചു പോകുമ്പോൾ വണ്ടി നമ്മൾ ബ്രൈറ്റ് ലൈറ്റിലാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലെ വാഹനങ്ങൾ വരുന്നത് സെൻസ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഡിം ആക്കും. ന്യൂ ഹെക്ടറിന്റെ മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിന്റെ ഗ്രാഫിക്സ് ഒക്കെ ഒന്നുകൂടെ സ്റ്റൈലിഷും ആണ്. പെട്ടെന്ന് ആക്സസിബിൾ ആണ്, നമ്മുടെ കണ്ണിനെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യും. ഇപ്പൊ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഒരേപോലെ നമുക്ക് വിസിബിലിറ്റി ഉണ്ടാക്കി തരുന്ന രീതിയിലാണ് ഇതിന്റെ ഡിസൈൻ. അതോടൊപ്പം ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ആയാലും ഇത്രയും വലിപ്പമുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും ശരിക്കും നല്ല വിസിബിൾ ആണ്. 14 ഇഞ്ചാണ് ഇതിന്റെ ഡിസ്പ്ലേ. നേരത്തെ ഹെക്ടറിനേക്കാളും അല്പം കൂടിയ ഒരു ഡിസ്പ്ലേ ആണ്. ഇതിന്റെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിൽ ഈ സ്ക്രീനിൽ 360 ഡിഗ്രി ക്യാമറയിൽ വാഹനം കാണാം. 2 ഡയമെൻഷണൽ വ്യൂ ഉണ്ട്. 3 ഡയമെൻഷണൽ വ്യൂവിലും വണ്ടിയുടെ യഥാർത്ഥ രൂപം പോലെ കാണാൻ പറ്റും. ഇതിന്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ശരിക്കും CVT ആണ്, കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ്മിഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പവർ ലാഗോ അല്ലെങ്കിൽ ഒരു ജേർക്ക് ഫീലിംഗോ ഒന്നും ഉണ്ടാവില്ല. ഫ്യൂൽ എഫിഷ്യൻസിയും അതോടൊപ്പം നല്ല ഇംപ്രൂവ്ഡ് ആയിരിക്കും. വളരെ സ്മൂത്ത് ആണ് ഈ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ. പെട്ടെന്ന് നമുക്കൊരു പവർ വരുന്നത് പോലെയോ അല്ലെങ്കിൽ പവർ ഡ്രോപ്പ് വരുന്ന പോലെയോ ഉള്ള ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല. ഇത് CVT അതോടൊപ്പം തന്നെ ട്രിപ്ട്രോണിക് ട്രാൻസ്മിഷൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഓട്ടോമേറ്റഡ് മാനുവൽ പോലെ നമുക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാനുവൽ പോലെ നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. നമുക്കിവിടെ കാണാം പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്. അതോടൊപ്പം ഒരു സ്പോർട്ട് മോഡും കൂടെ ഉണ്ട്. വാഹനം ഒന്നുകൂടെ നല്ല സ്പോർട്ടി ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ ആ മോഡ് നമുക്ക് എൻഗേജ് ചെയ്യണം. മോഡിലേക്ക് ഇടുമ്പോൾ തന്നെ വണ്ടിയുടെ ആ മൊത്തത്തിലുള്ള ബിഹേവിയർ നന്നായിട്ട് ചേഞ്ച് ആകുന്നുണ്ട്. സസ്പെൻഷനൊക്കെ കുറച്ചുകൂടെ എന്താ പറയാ കുറച്ചുകൂടെ റഫ് ആകുന്നുണ്ട്. ഏത് ടെറൈനിൽ ആണെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് ആ സ്പോർട്ട് മോഡിൽ എൻഗേജ് ചെയ്ത് വണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഇന്ന് ടെക്നോളജിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതോടൊപ്പം തന്നെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ സേഫ്റ്റി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസേൺ ആണ്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ റോഡ്സുകളിലായി. അപ്പം
എല്ലാവരും പറയും എയർ ബാഗ് ഉണ്ട്, അല്ലെങ്കിൽ ABS ആണ്, അഡാസ് ഫീച്ചേഴ്സ് ഉണ്ട്. ബിൽഡ് ക്വാളിറ്റിയിലാണ് നമുക്ക് പലപ്പോഴും ഒരു വിശ്വാസ്യത പോരാത്തത്. പക്ഷേ MG സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. അത് നമുക്ക് കുറച്ച് അടക്കി നല്ല ഈ വാഹനം നമുക്ക് ടെസ്റ്റ് ഡ്രൈവിന് തന്നത് മോട്ടോ കണക്ട് പവേർഡ് ബൈ കാര്യതരത്തിൽ മോട്ടോ പിറമോ ഇദ്ദേഹമാണ് മോട്ടോ കണക്ട്. അപ്പം എൻക്വയറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടോണിയെ വിളിക്കുക. ടോണിയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. മോട്ടോ കണക്റ്റിനെ പറ്റി നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യുന്നു. മോട്ടോ കണക്ട് ശരിക്കും ഒരു മൾട്ടി ബ്രാൻഡഡ് ഷോറൂമാണ്. നമുക്കിനി MG ഹെക്ടറിന്റെ വേരിയൻസ് എന്തൊക്കെയാണെന്ന് പ്രൈസ് ലിസ്റ്റ് ഒന്ന് പറഞ്ഞു തരണം. എന്താണ് ഏകദേശം ഒരു പ്രൈസും ഏതൊക്കെ വേരിയൻസ് ആണ് അവൈലബിൾ എന്ന് പറയാം. ചടങ്ങ് പറയുകയാണെങ്കിൽ MGയുടെ സ്റ്റാർട്ടിംഗ് മോഡലിനെ പറ്റി പറയണം. കാരണം പെട്രോളിലും അതുപോലെ തന്നെ DC വേരിയന്റിലും ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആവുന്ന കുറച്ച് ചുരുക്കം വണ്ടികളിലൂടെ പുറത്താണ്. മറ്റുള്ള വാഹനങ്ങളെല്ലാം പെട്രോൾ വേരിയന്റിലേക്ക് മാറിയപ്പോൾ MG മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഡീസൽ എന്നുള്ള വേരിയന്റിലേക്ക് നിൽക്കുന്നത്. ഡീസലിൽ നമുക്ക് മാനുവലും അവൈലബിൾ ആണ്, അതുപോലെ തന്നെ പെട്രോളിൽ നമുക്ക് മാനുവലും ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ്. ഏകദേശം വണ്ടിയുടെ പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സ്ഷോറൂം പ്രൈസ് 20 ലക്ഷം രൂപ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പ് വേരിയന്റിന്റെ എക്സ്ഷോറൂം ഏകദേശം 22 ലക്ഷം രൂപയിലേക്ക് എക്സ്ഷോറൂം സ്റ്റാർട്ട് ചെയ്യും. കാരണം നമ്മൾ ഓഫറും കാര്യങ്ങളെല്ലാം വരുന്നതുകൊണ്ട് നമുക്ക് നമുക്ക് ഒരു പ്രൈസ് ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല. കാരണം എക്സ്ഷോറൂം പ്രൈസ് എപ്പോഴും ഒരു മാറ്റം പറയാവുന്നൊരു പ്രൈസാണ്. നമുക്കെല്ലാം ഇഷ്ടമായി കരുതാം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ കമന്റ് ചെയ്യാം. ഉടൻ തന്നെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണാം. അണ്ടിൽ ദെൻ ഹാപ്പി മോട്ടോറിംഗ്.